പ്രിയ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കിയാൽ മതി, ഞാനൊരു പരിശുദ്ധനോ നീതിമാനുമല്ല. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. പക്ഷേങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, ഒരു ദൈവിക വേലയ്ക്ക് വരുന്ന പൈതൽ അവൻ്റെ ശിശുപ്രായത്തിൽ തന്നെ അതിനെ ദൈവം വിളിച്ചവനായിരിക്കണം എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും കൊള്ളാം. ഞാനോ എനിക്ക് ഓർമ്മയാകുന്നതിന് മുമ്പ് ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ ദൈവിക വേലയ്ക്ക് നടന്നതാണ്. എന്നാൽ ഞാൻ അല്പം ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ്. എൻ്റെ ചെറുപ്രായം തൊട്ട് മാതാപിതാക്കന്മാരുടെ കൂടെ ദേവാലയത്തിൽ പോയി ശുശ്രൂഷ കാണുകയൊക്കെ ചെയ്യുമെങ്കിലും എനിക്ക് എൻ്റെ ദൈവിക വേലയ്ക്ക് നേർന്നതാണെന്ന് കേട്ടപ്പോൾ തന്നെ ആ സമയം എനിക്ക് തിരിച്ചറിവുണ്ടായ സമയത്ത് തന്നെ എല്ലാ ഞായറാഴ്ചകളും വിശേഷ ദിവസങ്ങളിലും ദേവാലയത്തിൽ രാവിലെ പോയി, അതായത് ഞായറാഴ്ച ദിവസങ്ങളിൽ 6:30 ദേവാലയത്തിൽ ചെല്ലും. അവിടെ ചെന്ന് കുർബാനയപ്പം ഉണ്ടാക്കുന്നതോടുകൂടി അതിനോട് സഹകരിച്ച്, അവിടെ വേറെ ആരും കാണത്തില്ല, ഒരു ശുശ്രൂഷകൻ മാത്രം. ശുശ്രൂഷ എന്ന് പറഞ്ഞ കപ്പ്യാര്, ഇന്ന് കപ്പ്യാരെന്ന് പറഞ്ഞാൽ അവർക്ക് നാണക്കേട. കപ്പ്യാരും ഞാനുമേ കാണത്തുള്ളൂ. അവിടെ തുടങ്ങി ദേവാലയത്തെ ശുശ്രൂഷ കഴിയുന്ന വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അടുത്ത് അത് 1-2 വർഷമല്ല, 5 വർഷക്കാലം ഞാൻ ദേവാലയത്തിൽ ഇങ്ങനെ പോയി കണ്ട് കെട്ടും മനസ്സിലാക്കിയപ്പോൾ എന്നെയും കൊണ്ട് നടക്കത്തില്ല. കാരണം ഞാൻ വിശ്വസ്തനായിരിക്കും, എല്ലാമായിരിക്കും, പക്ഷെങ്കിൽ എന്നിൽ പരിശുദ്ധി ഉണ്ടാകത്തില്ല. എന്നിൽ നിന്നും പരിശുദ്ധത ഉണ്ടാകത്തില്ല. അതില്ലാതെ ഞാൻ ആത്മീയ വേലയ്ക്ക് പോയിട്ട് കാര്യമില്ല. ഇത് മനസ്സിലാക്കി ഞാൻ അതിന് പിന്മാറി. ഇനി ബാക്കി പിന്നെ നിങ്ങളോട് പറയാം. ഇനിയിപ്പം നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്ന, ഏത് പുരോഹിതനും വെത്രാനും ഉണ്ട് ആത്മീയ വിശുദ്ധിയോ എന്തെങ്കിലും ഉള്ളവരെ. എല്ലാവന്മാർ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചിട്ടുള്ള അവന്മാരാണ്. ഇന്ന് ഞാൻ പറഞ്ഞുതരാം. സെറാഫീമിൻ്റെ പറ്റി ഓരോ സഭകളിലും, കത്തോലിക്ക സഭയിലുണ്ട് ഒരു പുരോഹിതൻ. അത് അവൻ്റെ പേര് പറഞ്ഞുതരാം, വേണ്ട. ഓർത്തഡോക്സ് സഭയിലെ ഒരു ബെത്രാനാണ് വലിയ പരിശുദ്ധരായിട്ടിരിക്കുന്നത്. തിരുമേനി പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എടാ, തിരുമേനിന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? തിരുമേനിന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തുവാ? നീ എവിടുത്തെ തിരുമേനിയടാ? പറഞ്ഞതാ. തിരുമേനിന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തുവാ? നീയൊക്കെ ഈ പരിശുദ്ധ മന്മഹായി കയറിയതുകൊണ്ട് ആ അപ്പവും വീണ്ടും വാഴ്ത്തുമ്പോൾ പറയുന്ന വാക്കെന്തുവാ? ഈ തിരുശരീരവും തിരുരക്തവും എന്നാണ്. ഞാൻ കൂടുതൽ പറഞ്ഞുതരാം പതിയെ. നിങ്ങൾ ആരെ വിദ്യാക്കുന്നു? നീയൊക്കെ ഇപ്പോൾ ഇനി ഒരു മനുഷ്യൻ എന്ന
കുർബാനയ്ക്ക് പോകേണ്ടത് എന്നൊക്കെ ഈ അടുത്ത ദിവസങ്ങളിലെ ഈ ദരിദ്രവാസി സെറാഫിയും അവർ ചോടയുണ്ടെങ്കിൽ എൻ്റെ വീട് കണ്ടിട്ട് എന്നെ വിളിക്കട്ടെ. അവൻ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക. ഇപ്പോൾ വിശ്വാസികളെ വിഡ്ഢികളാക്കാനായിട്ട് വിശ്വാസികൾ പള്ളിയിൽ പോകുന്ന അവർ പ്രാർത്ഥിക്കാനല്ല, പ്രാർത്ഥിക്കണമെങ്കിൽ അവർ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് അവരും പ്രാർത്ഥിക്കാനേ പോകണ്ടു, അല്ലാതെ ഏഴിട മറ്റ ചുംബിക്കാനല്ല പോയത്. ദരിദ്രവാസി സെറാഫിയും നീ മനസ്സിലാക്കുക, ഇത് വിശ്വാസികൾ മനസ്സിലാക്കുന്നില്ല. ദേവാലയം പ്രാർത്ഥനാ ദേവാണ്. നീയൊക്കെ അതിനെ ഒരു കച്ചവട സ്ഥാപനമാക്കി മാറ്റി. ദരിദ്രവാസികളെ നീയൊക്കെ സുഖിച്ച് ജീവിക്കാനായിട്ട് നടക്കട്ട് മക്കളെ. എത്ര കാലം നിങ്ങൾ ഇങ്ങനെ ഈ ദേവാലയത്തെ കച്ചവട സ്ഥാപനമാക്കി മാറ്റി സുഖിച്ച് വയ്ക്കും. ഇറച്ചി കോഴിക്കട പോലാണ് മുക്കലും ഭദ്രാസനം. ആ കോഴി കൊത്തിച്ചവിട്ടാൻ പോകുന്ന പോലാണ് ഓരോ മത്തന്മാരെ എത്തിയിരിക്കുന്ന കൊത്തിച്ചവിട്ടാനായിട്ട്. ഞാൻ പറഞ്ഞത് നീയൊക്കെ പരിശുദ്ധരുത്. ഒരു ദരിദ്രവാസി കാതോലിക്ക മരിച്ചപ്പോൾ പരിശുദ്ധരെന്ന് പറഞ്ഞു. അവൻ എവിടുത്തെ പരിശുദ്ധ? ഏത് പേരുത്ത നിങ്ങൾ പരിശുദ്ധ അവനെ പറയുന്നത്? അവൻ ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ തിരിക്കും. അങ്ങനാണ് ക്രിസ്തു തനിയെ തൻ്റെ ശരീരം പഠിച്ചത്, അല്ലാതെ നിൻ്റെയൊക്കെ കൊണാസം കൊണ്ടല്ല. നീ അത് മനസ്സിലാക്കേണ്ട. പുരോഹിതർക്ക് ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ വെടിയും. പക്ഷേ ഇന്നത്തെ ദരിദ്രവാസി ഇടയന്മാർ ആടുകളെ മുന്നോട്ട് അടിച്ചുവിട്ട അവിടെ ബൈബിളിൽ പറയുന്നുണ്ട്, തൻ്റെ ഇടയൻ്റെ ശബ്ദം കേട്ട് ആടുകൾ അവരെ അനുഗമിക്കുമെന്ന്. എന്നാൽ ഇന്നത്തെ ഇടയന്മാരുടെ ശബ്ദം കേട്ട് മുന്നോട്ട് പോകുന്ന അവർ പുറയിരിക്കത്തേ ഉള്ളൂ. തന്തക്കവറക്കാത്തവന്മാർ മാറി നിന്നിട്ട് അടി കൊള്ളിക്കും. രാഷ്ട്രീയക്കാരൻ അപ്പുറത്താണ് ഇന്നത്തെ പുരോഹിതവർഗം, ഓർത്തഡോക്സ് സഭയിലെ പുരോഹിതവർഗം. അല്ലെങ്കിൽ ഇന്നത്തെ മെത്രാൻ പറയട്ടെ, യൂനൂസ് പറയട്ടെ. യൂനൂസ് വാതർക്കത്തിൻ്റെ എൻ്റെ മുന്നിൽ തുറന്നാൽ അവനെ ഞാൻ ശരിയായിട്ട് വിളിച്ചു വരുത്തും. അവൻ എവിടെയൊക്കെ വീടുകളിൽ പോകുന്നുണ്ട്, എവിടെയൊക്കെ റിസോർട്ട് അവൻ്റെ ഉണ്ട്, അവന് ഉറങ്ങാൻ എവിടെയൊക്കെ പോകുന്നുണ്ട്, റെസ്റ്റ് എടുക്കാൻ എവിടെയൊക്കെ പോകുന്നുള്ളൂ, ഞാൻ ചെറിയ അഡ്രസ്സ് തന്നെ പുറത്തു വിടും. അവൻ അനക്കത്തില്ല. യൂനിയസാണ് ഇന്നത്തെ കാതോലിക്കയുടെ വലിയ പ്രധാനി. അവനാണ് കള്ളൻ മറ്റേ കാതോലിക്ക മരിക്കുന്നതിന് മുമ്പ് ഒരാഴ്ച പരിമലയിൽ ആ കാതോലിക്കയുടെ കൂടെ ഉണ്ടായിരുന്നത്. ആ ചരിത്രമൊന്നും എനിക്ക് പറയുന്നില്ല. പക്ഷെങ്കിൽ വിശ്വാസികളെ, സ്നേഹിതരെ, സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുകയും പാത്രത്തിൻ്റെ വെളിയിൽ മാത്രം നമ്മൾ ശുദ്ധീകരിച്ച പോരാ, പാത്രത്തിൻ്റെ അകം കൂടെ വിശുദ്ധീകരിക്കണം, ക്ലീനാക്കണം. നമ്മളെ ഉള്ളിനെ നമ്മൾ ശുദ്ധീകരിക്കണം. ഇല്ല എങ്കിൽ പ്രയോജനമില്ല. ഈ തന്തയ്ക്ക് പിറക്കാത്ത പുരോഹിതവർഗം അവരെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞില്ല. പോട്ടെ.
സാരമില്ല മക്കളെ. നിങ്ങൾ കേൾക്കുന്നവർ കാണുന്നവർ മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. ഞാൻ അന്യനും പരസ്യമാണ്. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല മക്കളെ. നമ്മൾ പ്രാർത്ഥന മുഴുകിയിരിക്കുക. ഇന്നത്തെ കാലം അന്ത്യകാലമാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ചിന്തിക്കുന്ന പോലല്ല. നമ്മൾ ഇന്ന് പണത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഓടി നടക്കുന്നുണ്ട് മക്കളെ. അതുകൊണ്ട് കാര്യമില്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി കൂടെ സത്യസന്ധവും കൃത്യമായി ചെയ്യുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമുക്ക് വിവാഹവും കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ദൈവം കൽപ്പിച്ച ഒന്നാണ്, അല്ലാതെ പുരോഹിതവർഗമല്ല. ആ കുടുംബജീവിതത്തിൽ എന്തുകൊണ്ട് കുടുംബജീവിതം? ആണും പെണ്ണുമായിട്ട് എന്തിനു മനുഷ്യൻ സൃഷ്ടിച്ചു? അവിടെ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിൽ നമുക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ നന്നായി വളർന്ന് അവരെ നന്നായി വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ചിന്തയോടെ നമുക്ക് ഈ പണത്തിൻ്റെ പുറകെ ഓടുന്നതിൻ്റെ പുറകിലുണ്ടായിരിക്കണം. അവർ നന്നായി വളരണമെന്ന് പറഞ്ഞാൽ വെറുതല്ല. ചിന്തിക്കണ്ട നാളെ നിങ്ങളെ അവർ നോക്കുമോ. ഇന്നത്തെ കാലത്ത് അത് ചിന്തിക്കണ്ട. പക്ഷേ എങ്കിൽ നമ്മുടെ കടമയാണ് അവരെ ഒരു നല്ല വഴിയിലെത്തിച്ച് നല്ല രീതിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളത്. അത് നമ്മുടെ കടമയാണ്. നമ്മളത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയി.